നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ എന്റെ പെണ്ണിനെ ഒന്നും ചെയ്യരുതെന്ന്. ഭാര്യയെ ഭർത്താവ് അടിച്ചതിന് വെടിയുതിർത്ത പ്രതികാരം. കൈതപ്രത്ത് ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ രാധാകൃഷ്ണനെ വെടിവെച്ചു കൊലപ്പെടുത്തിയ പ്രതി കൃത്യം നടത്തിയത് ഫേസ്ബുക്കിൽ ഭീഷണി സന്ദേശം പോസ്റ്റ് ചെയ്തതിനു ശേഷം. BJP പ്രവർത്തകനായ രാധാകൃഷ്ണന്റെ മരണത്തിന് കാരണം പൂർവ്വ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സൗഹൃദമെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു. നഷ്ടപ്രണയത്തിന്റെ വീണ്ടെടുപ്പിന്റെ തുടക്കം പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ നിന്നാണ്. വെടിയേറ്റ് മരിച്ച KK രാധാകൃഷ്ണന്റെ ഭാര്യയും കേസിലെ പ്രതി NK സന്തോഷും ഒരുമിച്ച് പഠിച്ചവരായിരുന്നു. 6 മാസം മുമ്പ് നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ചാണ് ഇരുവരും വീണ്ടും കണ്ടുമുട്ടിയത്. പഴയകാല ഓർമ്മകൾ പങ്കുവച്ച ഇരുവരും വീണ്ടും അടുത്തു. വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഭാഗമായി കണ്ണൂരിൽ വിനോദയാത്ര പോയപ്പോൾ ഇരുവരും കൈകൾ കോർത്തു നിൽക്കുന്ന ഫോട്ടോ സന്തോഷ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് രാധാകൃഷ്ണനും ഭാര്യയുമായി വഴക്കും വാക്കേറ്റവും ഉണ്ടായി. തുടർന്ന് സന്തോഷിനെതിരെ രാധാകൃഷ്ണൻ പോലീസിൽ പരാതിയും നൽകിയിരുന്നു. പോലീസ് സന്തോഷിനെ ഉൾപ്പെടെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചർച്ചകൾ നടത്തിയാണ് രമ്യതയിൽ കാര്യങ്ങൾ എത്തിച്ച് പറഞ്ഞുവിട്ടത്. എന്നാൽ കഴിഞ്ഞ ദിവസം രാധാകൃഷ്ണനെ ഫോണിൽ വിളിച്ച സന്തോഷ് എന്റെ പെണ്ണിനെ ഞാൻ വിട്ടുതരില്ലെന്നും എനിക്ക് വേണമെന്നും ഭീഷണി സ്വരത്തിൽ സംസാരിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. ഇതിനുശേഷം തോക്കു ചൂണ്ടി നിൽക്കുന്ന തന്റെ ചിത്രവും ഭീഷണിപ്പെടുത്തുന്ന അടിക്കുറിപ്പോടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. കൊലപ്പെടുത്തുന്നതിന് മുമ്പും ശേഷവും സന്തോഷ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഭീഷണി സന്ദേശം പോസ്റ്റ് ചെയ്തിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് 6:30 കൈതപ്രത്ത് രാധാകൃഷ്ണന്റെ നിർമ്മാണത്തിലിരുന്ന വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. കൊലപാതകത്തിന് മുമ്പ് തോക്കുമായി നിൽക്കുന്ന ചിത്രത്തിനൊപ്പം കൊള്ളിക്കുക എന്നാണ് ടാസ്ക്. കൊള്ളും എന്നത് ഉറപ്പ് എന്നായിരുന്നു പോസ്റ്റ് ചെയ്തത്. ഇന്നലെ വൈകിട്ട് 4:23 ഈ കുറിപ്പ്. കൊലപാതകത്തിന് ശേഷം വൈകിട്ട് 7:27 മറ്റൊരു പോസ്റ്റും കൂടി ഇയാൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ എന്റെ പെണ്ണിനെ ഒന്നും ചെയ്യരുതെന്ന്. നിന്റെ അല്ല, എന്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും, പക്ഷേ എന്റെ പെണ്ണ്, നിനക്ക് മാപ്പില്ല എന്നാണ് ഈ പോസ്റ്റ്. മരിച്ച രാധാകൃഷ്ണൻ BJPയുടെ സജീവ പ്രവർത്തകനാണ്. ഇയാളുടെ ഭാര്യ BJPയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. കൊലയാളിയായ സന്തോഷ് അവിവാഹിതനാണ്.